മാലിന്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടം പുനലൂർ നഗരസഭയിൽ പുരോഗമിക്കുന്നു. 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് 2025 മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യമാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ ശുചിത്വ കേരള പ്രഖ്യാപനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് ഈ ക്യാമ്പയിൻ. മാലിന്യമുക്ത സംസ്ഥാനത്തോടൊപ്പം മാലിന്യമുക്ത നഗരസഭ എന്ന ലക്ഷ്യവും മുന്നിൽ കണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ വിവിധ ഘടകങ്ങൾ ഏകോപിപ്പിച്ചാണ് പുനലൂർ നഗരസഭയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതവിടെ ഒക്കെ അല്ലേ? കൊണ്ട് സംസ്ഥാന തലം മുതൽ ജില്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡ് തലം വരെയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ക്ലീൻ കേരള കമ്പനി, കുടുംബശ്രീ മിഷൻ, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രവർത്തന രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ക്യാമ്പയിൻ പ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പുനലൂർ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പുനലൂർ നഗരസഭയിലെ വിവിധ പാലങ്ങൾ മോടി പിടിപ്പിക്കുന്ന ജോലികളും വിവിധയിടങ്ങളിൽ ചുവർചിത്ര രചനകളുടെ ജോലികളും പുരോഗമിക്കുകയാണ്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പുനലൂർ നഗരസഭ കാര്യാലയത്തോട് ചേർന്നുള്ള നടപ്പാതയിൽ വിവിധ തരം ചെടിച്ചട്ടികൾ സ്ഥാപിച്ചു. പുനലൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രഞ്ജന്റെ നേതൃത്വത്തിലാണ് ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. മുൻ നഗരസഭാ ചെയർപേഴ്സണും ആരംഭ വാർഡ് കൗൺസിലറുമായ സുജാത, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളായി. അതേസമയം മാലിന്യമുക്ത നഗരസഭയായി പുനലൂരിനെ മാർച്ച് മാസം 29 തീയതി ശനിയാഴ്ച പ്രഖ്യാപിക്കും. ശനിയാഴ്ച 3 മണിക്ക് പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ പുനലൂർ നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ പുനലൂർ തൂക്കുപാലവും അതിന് സമീപത്തുള്ള പാലവും വെട്ടിപ്പുഴ പാലവും എല്ലാം മോടി പിടിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ചെടികളടക്കമുള്ള സ്ഥാപിച്ചുകൊണ്ട് സൗന്ദര്യവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്കുകൂടി നഗരസഭ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിലും നമ്മുടെ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ബിൽഡിങ്ങുകളിലും ചുവർ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ടുള്ള ചുവർ ചിത്രങ്ങൾ വരച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാട് ഒന്നാകെ നമ്മുടെ ഈ സൗന്ദര്യവൽക്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന് പ്രാധാന്യം അറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വാർഡ് തലത്തിലുള്ള ഹരിത പ്രഖ്യാപനങ്ങൾ നടന്നു വരികയാണ്. 29 തീയതി രാവിലെ വരെ നമ്മുടെ ഹരിത പ്രഖ്യാപനങ്ങൾ പല വാർഡുകളിലായിട്ട് നടക്കുന്നതിനോടൊപ്പം 29 തീയതി വൈകിട്ട് ചേരുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് നമ്മുടെ നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട
കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജയമോഹൻ അവറുകളാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. വലിയ വിപുലമായ യോഗമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 3 മണിക്ക് TV ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര പുനലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സമാപിക്കുകയും അവിടെ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് നമ്മൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തി നമ്മുടെ നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനം കൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇതൊരു തുടർ പ്രക്രിയയാണ്. നമ്മുടെ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതിന്, അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതിന് നഗരസഭ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കും. ഫോക്സ് TV ന്യൂസ് പുനലൂർ.